ഹായ്, അടുത്ത ടോപ്പിക്കാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിന്റെ മോർ മെത്തേഡ്സ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അതിലൊരു മെത്തേഡാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസിങ് ഡെറിവേറ്റീവ്സ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചല്ലോ, അതേപോലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസിങ് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. L of f of t f of s, then L of t into f of t എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി. അതായത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എഫ് ഓഫ് എസിന്റെ മൈനസ് ഡെറിവേറ്റീവ് ആണ്. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെന്ത് പറയാം? ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. നമ്മളിങ്ങനെ ലോഗിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴൊക്കെ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. നമുക്കിതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിന് നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറയും. എഫ് ഓഫ് ടി നമ്മൾ ഇതിന് പുതിയൊരു പേര് കൊടുത്തു, എഫ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ലോഗ് മാത്രം എന്താണ്? ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി എന്താണ്? ഈ എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോ എൽ ഓഫ് എഫ് ഓഫ് ടി. ഇതിന് എഫ് ഓഫ് എസ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് അല്ലേ? എഫ് ഓഫ് എസ്. അപ്പൊ എന്താണ് ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. നമ്മൾ അതിനെ എഫ് ഓഫ് ടി എന്ന് ലെറ്റ് ചെയ്തു. ഇനി എന്താണ്? ഇവിടുന്ന് ലോഗ് മാത്രം എന്ത് വരും? ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി എന്താണ്? എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആണ്. ഇനി നമുക്ക് ആ എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാം. എന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ? എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ സംഭവം. ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. തിരിച്ചെഴുതി. എന്താണ് ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ? ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്കിവിടെ ഇൻറ്റു ടിയും കൂടെ കൊടുക്കാം. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഒരു ഇൻറ്റു ടി കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് ഡെറിവേറ്റീവ് അല്ലേ? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് അല്ലേ? ഇതല്ലേ? അതായത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? നമുക്ക് ആ തൊട്ട് മുന്നേ കിട്ടിയതാണ് എഫ് ഓഫ് എസ്. ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി. ഇതല്ലേ? ഇനി എന്താണ്? മൈനസ് ഇവിടെ കിടക്കട്ട്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ്? 1 ബൈ എസ് പ്ലസ് എ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 1 ബൈ എസ് പ്ലസ് ബി. ഇങ്ങനെ കിട്ടി. ഇവിടെ നിന്ന് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് അല്ലേ? ഇവിടെ നിന്ന് ടി ഇൻറ്റു എഫ് ഓഫ് ടി, അതായത് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് ഇപ്പുറത്തുള്ളത് എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ ഒരു മൈനസ് ഇല്ലേ? ആ മൈനസ് അകത്തോട്ട് വരുമ്പോൾ എന്ത് വരും? ഇത് ആദ്യം വരും, ഇത് ഇടയ്ക്ക് വരും അല്ലേ? അടുത്ത് വരും 1 ബൈ എസ് പ്ലസ് ബി മൈനസ് 1 ബൈ എസ് പ്ലസ് എ. ഇങ്ങനെ എഴുതാമല്ലോ. ഈ മൈനസ് അകത്ത് വരുമ്പോൾ ഇത് പ്ലസ് ടേം, ഇത് മൈനസ് ടേം. അപ്പൊ 1 ബൈ എസ് പ്ലസ് ബി മൈനസ് 1 ബൈ എസ് പ്ലസ് എ. ഇതെന്തോന്നാണ്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് ബി മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് ബി? ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ എന്താണ്? ഇ റൈസ് ടു മൈനസ് എ ടി. നമുക്ക് വേണ്ട എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. അത് എഫ് ഓഫ് ടി ആണ്. അപ്പൊ എഫ് ഓഫ് ടി എന്ത് വരും? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ടി കൂടെ ബൈ ചെയ്താൽ മതിയല്ലോ. ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ബൈ ടി. കിട്ടിയില്ലേ? എന്താണ് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്? ഇതല്ലേ എൽ ഇൻവേഴ്സ് ഓഫ്
എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഇ റൈസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ബൈ ടി. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the inverse Laplace transform of log 1 minus a square by a square. We have to find L inverse of log 1 minus a square minus a square. നമ്മൾ ഇതിനെ എഫ് ഓഫ് ടി എന്ന് പറയും. ലെറ്റ് L inverse equal to എഫ് ഓഫ് ടി. അപ്പൊ ഈ ലോഗ് മാത്രം എന്ത് വരും? ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എസ്. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആണ്. നമുക്കൊന്ന് തിരിച്ചെടുക്കാം. എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാം. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇതിനൊന്ന് ആഡ് ചെയ്ത് എഴുതാം. അതായത് ലോഗ് ഈ എ സ്ക്വയർ ഇങ്ങോട്ട് വരും. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ. എന്താണ് ലോഗ് എ ബൈ ബി? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലോഗ് എ സ്ക്വയർ. ഇനി എന്താണ് ഈ ലോഗ് വരുമ്പോഴേ നമ്മൾ ഇൻറ്റു ടി എടുക്കും. ഇൻറ്റു ടി. അപ്പൊ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും? ഇവിടെ ഇൻറ്റു ടി എടുക്കുകയാണെങ്കിൽ മൈനസ് ഡെറിവേറ്റീവ് ആണ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലോഗ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലോഗ് എ സ്ക്വയർ. ഇതല്ലേ? അപ്പൊ ഡെറിവേറ്റീവ് എടുക്കാം. മൈനസ് വെളിയിൽ കിടക്കട്ടെ. എന്താണ് ലോഗിന്റെ ഡെറിവേറ്റീവ്? 1 ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2s. എ സ്ക്വയറിന് ഒരു 2sഉം കൂടെ ഉണ്ട്. മൈനസ് ലോഗ് എ സ്ക്വയറിന് എന്താണ്? 1 ബൈ എ സ്ക്വയർ. ഇനി എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2s. ഇതല്ലേ? അപ്പൊ എന്ത് വന്നു? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ് കിട്ടിയത്? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ മൈനസ് അകത്തോട്ട് കയറട്ട്. അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു എസ് വെട്ടിപ്പോയിട്ട് 2 ബൈ എസ്. 2 ബൈ എസ് മൈനസ് 2s ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണല്ലോ. ഇനി നമുക്ക് എന്താണ്? ടി ഇൻറ്റു എഫ് ഓഫ് ടി എടുക്കാം. എന്താണ് ടി ഇൻറ്റു എഫ് ഓഫ് ടി? എൽ ഇൻവേഴ്സ് ഓഫ് അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് മൈനസ് 2s ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ എന്ത് വരും? നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് 2 എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 2 എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതല്ലേ? എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ്? 1 ബൈ എസ് 1ൻ്റെതാണ്. അപ്പൊ 2 ഇൻറ്റു ഇത് 1 ആണ്. മൈനസ് 2 എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. മൈനസ് ആണ്. എസും വരുന്നുണ്ട്. അപ്പൊ കോസ് എച്ച് എ ടി. ഇതെന്താണ് കിട്ടിയത്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. നമുക്ക് വേണ്ടത് വെറും എഫ് ഓഫ് ടി ആണ്. അപ്പൊ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? ബൈ ടി. 2 മൈനസ് 2 കോസ് എച്ച് എ ടി കോസ് എച്ച് എ ടി ബൈ 2. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എന്താണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ എൽ ഇൻവേഴ്സ് ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈ കിട്ടിയത്. ആ 2 വെട്ടി കളയാലോ. ബൈ 2 അല്ല, ബൈ ടി. ബൈ ടി. ആ 2 ഇങ്ങ് വെളിയിലെടുക്കാം. 2 ഇൻറ്റു 1 മൈനസ് കോസ് എച്ച് എ ടി ബൈ ടി. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. Find the inverse Laplace transform of log s square plus 1 by s into s plus 1. എന്താണ്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 കണ്ടുപിടിക്കണം. നമുക്കിതിനെ എഫ് ഓഫ് ടി എന്ന് കൊടുക്കാം. നമ്മൾ ഈ ലോഗ് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എല്ലാം
ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമുക്കിതിനെ എഫ് ഓഫ് ടി എന്ന് പറയാം. ലെറ്റ്. അപ്പോൾ ഈ വെറും ലോഗ് മാത്രം എന്താണ്? ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1/s ഇൻറ്റു എസ് പ്ലസ് 1 എന്താണ്? എന്ത് വരും? എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി. ഇനി എന്താണ്? നമുക്ക് ആ എൽ ഓഫ് എഫ് ഓഫ് ടി തിരിച്ചെഴുതാം. എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1/s ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. എന്താണ്? ലോഗ് എ ബൈ ബി. ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇതല്ലേ? ഇനി നമുക്ക് ഈ ലോഗ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എങ്ങനെ എഴുതാം? ലോഗ് എ ബി, അതായത് ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലേ? അപ്പൊ ഇവിടെ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ഇതെന്താണ്? ലോഗ് എസ് പ്ലസ് ലോഗ് എസ് പ്ലസ് 1 ഇതല്ലേ? ആ മൈനസ് ഒന്ന് അകത്തോട്ട് കയറ്റാം. അപ്പൊ എന്ത് വരും? ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോഗ് എസ് മൈനസ് ലോഗ് എസ് പ്ലസ് 1 ഇതാണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഒരു ഇൻറ്റു ടി കൂടെ കൊടുത്തു നോക്കാം. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? ഇൻറ്റു ടി വരുമ്പോഴത്തേക്ക് മൈനസ് ഡെറിവേറ്റീവ് അല്ലേ? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഇതല്ലേ ഫോർമുല? അപ്പൊ എന്ത് വരും? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ഡെറിവേറ്റീവ് ആണ്. ലോഗിന്റെ എന്താണ്? 1/s സ്ക്വയർ പ്ലസ് 1. ഇനി എസ് സ്ക്വയർ പ്ലസ് 1 എന്ത് വരും? ഒരു 2s കൂടെ വരും. 2s. രണ്ടാമത്തെ ടേമിനോ ലോഗ് എസിന് 1/s മൈനസ് അടുത്ത് ലോഗ് എസ് പ്ലസ് 1നോ ഡെറിവേറ്റീവ് ആണ് 1/s പ്ലസ് 1. കണ്ടോ? എല്ലാം 1/s എന്നുള്ള രീതിയിൽ വന്നു. ഇനി മൈനസിനകത്തോട്ട് കയറ്റാം. അപ്പൊ എന്ത് വരും? ഇത് രണ്ടും പ്ലസ് അല്ലേ? രണ്ടും ആദ്യം എഴുതാം. 1/s പ്ലസ് 1/s പ്ലസ് 1 മൈനസ് 2s/s സ്ക്വയർ പ്ലസ് 1 ഇതല്ലേ? അപ്പൊ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? ഇത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പൊ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/s പ്ലസ് 1 മൈനസ് 2s/s സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ ആവുമല്ലോ. ഇനി എൽ ഇൻവേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് പ്ലസ് ആണ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 മൈനസ് 2 എൽ ഇൻവേഴ്സ് ഓഫ് s/s സ്ക്വയർ പ്ലസ് 1. ഇതിന്റെ എല്ലാ എൽ ഇൻവേഴ്സ് ഫോർമുല അറിയാം. എന്താണ്? 1/sന്റേത് 1 ആണ്. എന്താണ്? 1/s പ്ലസ് 1ന് ഇ റൈസ് ടു മൈനസ് ടി ആണ്. അടുത്ത് മൈനസ് 2 s/s സ്ക്വയർ പ്ലസ് 1 എന്താണ്? കോസ് എ ടി കോസ് 1t കോസ് ടി. കണ്ടോ? ഇത്രയും ഫോർമുല അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ് കിട്ടിയത്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് കിട്ടിയത്. നമുക്ക് വേണ്ട എന്താണ്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണോ? വെറും എഫ് ഓഫ് ടി ആണ് വേണ്ടത്. അപ്പൊ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? ബൈ ടി. 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി മൈനസ് 2 കോസ് ടി ബൈ ടി അല്ലേ? അപ്പൊ എന്താണ് കിട്ടിക്കഴിഞ്ഞത്? ഈ എൽ ഇൻവേഴ്സ് ഓഫ് ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഈ എഫ് ഓഫ് ടിയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ് കിട്ടിയത്? 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി മൈനസ് 2 കോസ് ടി ബൈ ടി എന്ന് കിട്ടി. ഓക്കെ. ഈ ലോഗ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതാണ്. Find the inverse Laplace transform of cot inverse 1 plus s. We have to find L inverse of cot inverse 1 plus s. നമുക്ക് ഇതിനെ എഫ് ഓഫ് ടി എന്ന് പറയാം. എഫ് ഓഫ് ടി. ലെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് 1 plus s ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇനി എന്താണ്? അപ്പൊ ഈ കോട്ട് ഇൻവേഴ്സ് മാത്രം എന്ത് വരും? കോട്ട് ഇൻവേഴ്സ് 1 plus s ഈക്വൽ ടു എന്ത് വരും? എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ഒന്ന് തിരിച്ചെഴുതാം. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? കോട്ട് ഇൻവേഴ്സ് 1 plus s ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്കൊരു ഇൻറ്റു ടി കൂടെ കൊടുക്കാം. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി വരുമ്പോ എന്ത് വരും? മൈനസ് ഡെറിവേറ്റീവ് ആണ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്
അതായത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് നമ്മുടെ കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് എസ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്? കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? ഇതല്ലേ? അപ്പൊ കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് എക്സിന് എന്ത് വരും? മൈനസ് ഉണ്ട് വെളിയില്. മൈനസ് 1/1 പ്ലസ് ഈ 1 പ്ലസ് എസിന്റെ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് വരും? ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് 1/1 പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? ഇതല്ലേ? നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഇപ്പൊ കിട്ടിയ എന്താണ്? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് കിട്ടിയത്. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് 1/1 പ്ലസ് ഒന്ന് തിരിച്ചെഴുതുമ്പോഴത്തേക്ക് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ? 1 പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ തന്നെയാണ് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് വരും? ആ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 1/1 പ്ലസ് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇനി എന്താണ്? ഈ പ്ലസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലോട്ടാക്കണം. ഈ എസിലുള്ള പ്ലസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലോട്ടാക്കുമ്പോഴേ ഇ റൈസ് ടു മൈനസ് ടി എൽ ഇൻവേഴ്സ് ഓഫ് 1/1 പ്ലസ് എസ് സ്ക്വയർ ഇതല്ലേ? അപ്പൊ എന്ത് വരും? ഒരു ഇ റൈസ് ടു മൈനസ് ടി ഉണ്ട്. എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/1 പ്ലസ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1 അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1 ഇതെന്താണ്? സൈൻ ടി. അപ്പൊ ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി എന്ന് വരും. ഇത് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് കിട്ടിയത്. അപ്പൊ വെറും എഫ് ഓഫ് ടി എന്താണ്? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി. ആൻസർ ആയില്ലേ? എന്താണ് ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ? എൽ ഇൻവേഴ്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് എസ് ഈക്വൽ ടു ആണ് കിട്ടിയത് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി. ഓക്കെ. Find the inverse Laplace transform of tan inverse A by S. We have to find the L inverse of tan inverse A by S. നമുക്കിതിനെ എഫ് ഓഫ് ടി എന്ന് കൊടുക്കാം. എഫ് ഓഫ് ടി ലെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എ ബൈ എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് മാത്രം എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എ ബൈ എസ് ഈക്വൽ ടു എന്താണ്? ഈ എൽ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോ എൽ ഓഫ് എഫ് ഓഫ് ടി അല്ലേ? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ഒന്ന് തിരിച്ചെഴുതാം. എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ എസ്. ഇനി എന്ത് ചെയ്യാം? ഒരു ഇൻറ്റു ടിയും കൂടെ കൊടുക്കാം. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് ഡെറിവേറ്റീവ് ആണ്. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഈ ടാൻ ഇൻവേഴ്സ് എ ബൈ എസ് ആണ്. നമുക്കിനി ഡെറിവേറ്റീവ് വേണം. മൈനസ് വെളി കിടക്കട്ടെ. എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/x സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 1 ഈ എ ബൈ എസിന്റെ സ്ക്വയർ എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ആദ്യം ടാൻ ഇൻവേഴ്സിനെ 1/x സ്ക്വയർ പ്ലസ് 1 അതായത് 1/a സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇനി എ ബൈ എസിന് എന്താണ്? എ ബൈ എസിന് ഡെറിവേറ്റീവ് എ കോൺസ്റ്റന്റ് ആണ്. 1/sന് മൈനസ് 1/s സ്ക്വയർ ഇതല്ലേ? എ കോൺസ്റ്റന്റ് ആണ്. 1/sന് ഡെറിവേറ്റീവ് മൈനസ് 1/s സ്ക്വയർ. അപ്പൊ മൈനസ് എ ബൈ എസ് സ്ക്വയറും കൂടെ വരും. ഇനി ഇതൊന്ന് ആഡ് ചെയ്തതും എന്ത് വരും? ഒരു മൈനസ് വെളിയിലുണ്ട്. മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി. ഇനി എന്താണ്? 1/a സ്ക്വയർ. ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാം. ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാം. എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ ഇതല്ലേ? ഈ രണ്ട് എസ് സ്ക്വയറും വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? എ ബൈ എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എന്ന് വരും. ഇതല്ലേ? ഇത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പൊ വെറും ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ ഒന്ന് തിരിച്ചെഴുതാം. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ? സൈൻ 80. നമുക്ക് വേണ്ടത് വെറും എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി എന്ത് വരും? ബൈ ടി.
സൈൻ എ ടി ബൈ ടി. ആൻസർ ആയില്ലേ? എന്താണ് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്? എൽ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എ ബൈ എസ് ആണ് എഫ് ഓഫ് ടി. അതിന്റെ ആൻസർ ആണ് കിട്ടിയത് സൈൻ എ ടി ബൈ ടി എന്ന്. ഓക്കെ, ഈ ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.